ഫൈക്കസ് ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് കേട്ടോ അത്. ഇതിനെ നമ്മൾ ഈ മണ്ണിൻ്റെ ഇതിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ അത് വെള്ളത്തിൽ വളരുന്ന രീതിയിൽ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയൊരു മൂട്ട് കൂട്ടിയിട്ട് നമ്മളതിൻ്റെ തൊലിയൊക്കെ ചെറുതായിട്ട് ഒന്ന് കുറച്ചിങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അവിടെ ഒരു നാച്ചുറൽ വളർന്നു വരുന്നതോട് കൂടിയിട്ട് അവിടെ ഒരു നാച്ചുറലി ഒരു മരത്തിൻ്റെ ഫീല് കിട്ടാനായിട്ടാണ്. ഇത് പല രീതിയിലും ചെയ്യുന്ന ടെക്നിക്കുകളുണ്ട്. അതിലൊരു ഇതാണ് ഇത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം രീതിയിലൊക്കെ പലതും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ ഇത് ഭാവിയിൽ വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ട് ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഗ്രോത്ത് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ്സ് ഈ ചാനലിൽ തന്നെ ഇടുന്നതാണ്. ഇത് ചെറുതായിട്ട് നമ്മളെ എത്രയാണ് ഏകദേശം നമുക്കൊരു ടെക്സ്ചർ അവിടെ വേണ്ടി വരിക എന്നുള്ളത്. അപ്പം ചില നമുക്കൊരു മരത്തിൻ്റെ കടഭാഗം എങ്ങനെ ഇരിക്കും ആ ഒരു ഫീൽ കിട്ടാനായിട്ടാണ് നമ്മൾ അവിടുന്ന് ഇതങ്ങനെ കളയുന്നത്. അപ്പോൾ അത് വളർന്നു വരുമ്പോഴാണ് അതിൻ്റെ ഒരു അവിടെ കഴിഞ്ഞ് വേറെ രീതിയിൽ ഒരു ഇതൊക്കെ വരും, ഒരു മരത്തിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ടെക്സ്ചറെല്ലാം വരും അവിടെ. പിന്നെ ഇതിൽ ഇതൊന്ന് നമ്മൾ ചെറുതായിട്ട് വാഷ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ആൻറ്റി ഫംഗൽ പരട്ടി കൊടുക്കുന്നുണ്ട്. ഇത് ഈ കീടനാശിനി കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഞാൻ പ്രത്യേക ബ്രാൻഡൊന്നും പറഞ്ഞില്ല, നിങ്ങൾക്ക് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അല്പം വെള്ളത്തിൽ മുക്കിയിട്ട് അവിടെ തുടച്ചു. ഇതിങ്ങനെ തുടച്ചു കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഞാൻ പിന്നെ ഇതിങ്ങനെ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ചെയ്ത് കൊടുക്കാം. അതില്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ കേടുകളൊന്നും വരാറില്ല അതിന്. പിന്നെ നമ്മൾ ചെറിയതിൻ്റെ വേരുകളിലും ഇതിലൊക്കെ കാരണം നേരത്തെ മണ്ണിലിരുന്നാണല്ലോ. അപ്പോൾ നേരത്തെ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ഒരു 10 മിനിറ്റ് വരെ ഞാൻ ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വെച്ചതിന് ശേഷമാണ് നമ്മളത് പിന്നെ അത് ഒരു പോട്ടിലേക്ക് മാറ്റുന്നത്. പോട്ടിലേക്ക് മാറ്റുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അതിൽ ഈ ലീക്ക ബോൾസ് അല്ലെങ്കിൽ ക്ലേ ബോൾസ് എന്ന് പറഞ്ഞ സാധനം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് അതിൽ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. നമുക്ക് കടിയിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് മേലേക്ക് പൊന്തി വരും. അപ്പോൾ നമുക്കൊരു ഈ കൊതുക് അതുപോലുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് ഇട്ട് കഴിഞ്ഞാൽ. കാരണം വെള്ളം ഇങ്ങനെ ഓപ്പണായി കിടക്കുന്നില്ലല്ലോ. ഈ ലീക്ക ബോൾസ് മേലേക്ക് പൊന്തി വരുന്നതുകൊണ്ട് അതിൻ്റെ കുഴപ്പമില്ല.